കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് റാഫി. പോലീസ് ഓർക്കസ്ട്രയിലുണ്ടായിരുന്നു. പോലീസ് ഓർക്കസ്ട്രയുടെ ഇപ്പം തിരുവനന്തപുരത്ത് ജനമൈത്രി പോലീസ് ഓർക്കസ്ട്രയുടെ കോർഡിനേറ്റർ ആണ്. അതുകൂടാതെ നേരത്തെ കോട്ടയം ബേസ് ചെയ്ത് പോലീസ് ഓർക്കസ്ട്ര അതിന്റെ തമിഴ് ഹിന്ദി പെർഫോമിംഗ് ഡാൻസ് പോലീസിലാണോ? പോലീസിലെ SI ആണ്, സബ് ഇൻസ്പെക്ടർ. പിന്നെ എല്ലാവരെയും പോലെ വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ ഓടി വരാനൊക്കത്തില്ല. ഞാനൊരു പേപ്പർ എഴുതിയിട്ട് ജനമൈത്രി ഡയറക്ടറേറ്റിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നിശാന്തിനി മാഡമാണ് എൻ്റെ ബോസ്. അവിടുന്ന് ആ പേപ്പർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ആ പേപ്പർ നേരെ ഹോം ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചിട്ടാണ് എനിക്ക് ഈ സാങ്ഷൻ കിട്ടി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1 മാസം നീളുന്ന ഒരു പ്രക്രിയ വേണം എനിക്കൊരു ഫ്ലോറിൽ എത്തണമെങ്കിൽ. ഒരു ഫാസ്റ്റ് സോങ് പണക്കാരൻ 100 വർഷം തുടങ്ങുന്ന வருஷம் இந்த மாப்பிள்ளையும் பொண்ணும் தான் பேரு விளங்க இங்கு வாழணும். சோழவனத்தில் ஒரு சோட்டி குயில் போலதான் காலம் முழுக்க சிந்து பாடணும். ஒண்ணுக்கொண்ணு பக்கத்தில் பொண்ணு புள்ள நிக்கையில் கண்ணு படும் மொத்தத்துல கட்டழகே அம்மாடி என்ன சொல்ல 100 வருஷம் இந்த மாப்பிள்ளையும் பொண்ணும் தான் பேரு விளங்க இங்கு வாழணும். சோழவனத்தில் ஒரு சோட்டி குயில் போலதான் காலம் முழுக்க சிந்து பாடணும். പൊഞ്ചാതി പൊരുത്തണ്ടാൻ വേണം, പൊരുത്തം ഇല്ലാട്ടി വരുത്തണ്ടാൻ തോന്നും. അമഞ്ചാ അതുപോലെ കല്യാണം പണ്ണ് ഇല്ല നീ വാഴ് തനിയാളാതിന്ന്. முதலில் யோசிக்கணும் பிறகு நேசிக்கணும், மனசு ஏத்துக்கிட்டா சேர்த்துக்கிட்டு வாழு. உனக்கு தகுந்தபடி உன்னத்தில் சிறந்தபடி இருந்த ஊரறிய ஓல கட்டி போடு. சொத்து வீடு வாசல் இருந்தாலும் சொந்தம் பந்தம் வெள்ளம் அமைஞ்சாலும் 2 வட்டா விட்டா கல்யாணம் கசக்கு. 100 வருஷம் 100 வருஷம் இந்த மாப்பிள்ளையும் பொண்ணும் தான் பேரு விளங்க இங்கு வாழணும். சோழவனத்தில் ஒரு சோடி குயில் போலதான் காலம் முழுக்க சிந்து பாடணும். രാജേട്ടൻ ഞാൻ ഈയിടെ ശാസ്താമംഗലത്തൂടി 2 വീലറിൽ പോകുമ്പോൾ ചേട്ടൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാന്ന് തോന്നുന്നു ഒരു കീസൊക്കെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ മുന്നിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ ചേട്ടനെ ഇങ്ങനെ നോക്ക് വണ്ടി വിട്ട് പോയി. ചേട്ടൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, ഞാൻ ഈ ആണുങ്ങൾ വണ്ടി ഓടിക്കാൻ നോക്കാറില്ല. അത് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിലും നോക്കൂല. രാജ്യത്തെ തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുഹമ്മദ് റാഫി? ഉഗ്രമായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. അപ്പൊ എന്നാലും അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് റാഫി, അങ്ങനെ ഒരു വലിയ കലാകാരനെ കുറിച്ചും അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തിരികെ. 1968 കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്. ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ അധികാരമില്ല. അച്ഛനും അമ്മയും മാത്രമേ ഓപ്പറേറ്റ് ചെയ്തു. നാഷണൽ എക്കോ റേഡിയോ. അതുകൊണ്ട് ആ റേഡിയോ 10-25 കൊല്ലം നിന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പരിപാടി അതിനകത്ത് വയ്ക്കത്തുള്ളൂ. അപ്പം വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഈ പാട്ടുകൾ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്നുള്ളൂ മുഹമ്മദ് റാഫിയുടെ ഒക്കെ. അപ്പം അന്ന് ബാലജന സിക്കത്തിൽ ഞാനുണ്ട്, ജിജി തോംസൺ IAS ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് വഞ്ചൂരാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് കുറച്ച് വണ്ടികളൊക്കെ കൂടുതൽ കിടക്കുന്നു. അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പം തൊട്ടടുത്താണ് ബാലജന സിക്കത്തിൻ്റെ ഓഫീസ്. ഞാൻ ചോദിച്ചു അവിടെ എന്താണ് ഒരാൾക്കൂട്ടം? അത് HAK സൺസ് ഏതോ ചാലിയിലെ വലിയ ആൾക്കാരുടെ മകളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്, മുഹമ്മദ് റാഫി പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ സൈഡിൽ ഒരു ഓല വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ നോക്കുമ്പം ഒരു നീല സൂട്ടാണ്, കൈയൊന്നും കെട്ടിയിട്ടില്ല, വെളുത്തിട്ട് പൊക്കം കുറഞ്ഞ ഒരാൾ. ഇതാണ് മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ്. അപ്പം അന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിപ്പമൊന്നും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ജീവനോട് അങ്ങനെ കണ്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ.
അതിനുശേഷം അന്നൊരു അവിടെ കല്യാണത്തിന് ആ കല്യാണത്തിന്റെ റിസപ്ഷനിൽ പാടാൻ വന്ന പുള്ളി. അയ്യോ, പുള്ളിയുടെ ഗാനങ്ങളുണ്ട്, അത് വെളിയിലൊക്കെ വലിയ സെക്യൂരുണ്ട്. അതിന് ശേഷം മറ്റൊരു മുഹമ്മദ് റാഫി ജീവനോടെ കാണുന്ന ഇപ്പോഴാണ്. പോലീസ് സേനയ്ക്ക് എന്ന് നിങ്ങളൊരു അഭിമാനമാവട്ടെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇദ്ദേഹത്തിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഒരു സൈക്കിളിൽ ലോഡിന് നമ്മൾ വഴിയിലിട്ട് അടിക്കരുത്. പ്രജേട്ടൻ അങ്ങനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, പോലീസ് പിടിച്ചിട്ടുണ്ടോ വെച്ചാൽ നമ്മൾ അന്ന് ഈ ബന്ധു സമയം നടക്കുമ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മൾ എറണാകുളത്ത് വരുന്ന സമയത്ത് ആലപ്പുഴ ഇറങ്ങിയിട്ട് ചങ്ങനാശ്ശേരി വരണമല്ലോ. അപ്പൊ അന്ന് യാദൃശ്യമായിട്ട് നമ്മൾ ഒരു പെട്ടെന്നൊരു ബന്ധം ഉണ്ടായപ്പോ കലാഭവന്റെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു ആലപ്പുഴ നമ്മൾ നടന്നു വരികയാണ്. അപ്പൊ ഈ പെരുന്നാന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി അടുത്തു നമ്മൾ പെരുന്നയിലേക്ക് കടന്ന് ആ ടേണിങ് വന്നപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. വന്ന് എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു, സാറേ ആലപ്പുഴയ്ക്ക് പോകാൻ നിൽക്കുക, ഒരു മരിപ്പ് അറിയിക്കാൻ നിൽക്കുക. അപ്പം ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി അടുത്ത് 1 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടിയെ കയറ്റി ആലപ്പുഴ വീണ്ടും കൊണ്ടുവരും. പിന്നെ അവിടെ നടന്നു വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മിമിക്രി കാണിച്ചിട്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല. അത് നമ്മളുണ്ട് ഷോയ്ക്ക്. അവൻ മറന്നുപോയി. എന്നെ 14 ദിവസം, അവനെ 28 ദിവസം കിട്ടും. ഇന്നലെ ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഒരുപാട് വേദികളിട്ടിട്ട്. മുഹമ്മദ് റാഫി സാർ നന്നായിരുന്നട്ടാ, ഗംഭീരമായിരുന്നു. സാധാരണ പോലീസുകാർ വരുമ്പോൾ സാധാരണ പാട്ട് പാടാറുണ്ട്, പക്ഷെ എന്നാൽ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപാട് പേരുണ്ട് പോലീസുകാരിലാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത്. നാടകമായിട്ടും സ്ക്രിപ്റ്റ് എഴുതാനായിട്ടും സിനിമയിൽ അഭിനയിക്കാനായിട്ടും ഒരുപാട് പോലീസുകാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് ഒരു 2-3 സംസ്ഥാനങ്ങളിലെ പോലീസ് അസോസിയേഷൻ വൈറലാക്കിയില്ലേ ഒരു പാട്ട് പാടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസുകാരും എനിക്ക് തോന്നുന്നു അടുത്ത പാട്ട് പാടുമ്പോൾ അത് വൈറലാക്കും എന്തായാലും. അത് ഇന്ത്യയിലെ പോലീസുകാർക്ക് തന്നെ ഒരു മാതൃക ആവട്ടെ എന്തായാലും. ഓൾ ദി ബെസ്റ്റ്. ഇതിനെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പോലീസും കള്ളനോട് ഒന്നിച്ച് ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ട്. കലക്കി വന്ന് ഗംഭീരമായിട്ട് ഇവിടെ മുഴുവൻ ആഘോഷമാക്കി. എപ്പോഴും ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. എല്ലാവരും വലിയൊരു കാര്യം.